കൊലപാതകം സ്വാഭാവിക മരണമാക്കാനുള്ള ശ്രമത്തിന് പലപ്പോഴും പോസ്റ്റ്മോർട്ടം ടേബിളിന്റെ അരികെ വരെ ആയുസ് കാണും. കുഴഞ്ഞു വീണെന്ന് ധരിപ്പിച്ചുള്ള മരണം പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത് തലയ്ക്കടിയേറ്റുള്ള ക്ഷതം മൂലമെന്ന്. മുങ്ങിയ പ്രതികളെ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് വലയിലാക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശി ശബരിപാലിന്റെ മരണത്തിന്റെ ചുരുൾ പോലീസ് അഴിച്ചതെങ്ങനെയെന്ന് കാണാം ഇനി. നഗരത്തിലെ ബാറിന് മുന്നിൽ വെച്ച് കുഴഞ്ഞു വീണെന്ന് പറഞ്ഞായിരുന്നു ഒരു സംഘം ശബരിപാലിനെ മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത്. ശനിയാഴ്ച രാത്രിയിൽ നഗരത്തിലെ ബാറിൽ നിന്നും ഇറങ്ങി വരുന്നതിനിടെ ശബരിയും അവിടെയുണ്ടായിരുന്ന 4 അംഗ സംഘവുമായി തർക്കമുണ്ടായി. 4 അംഗ സംഘം ശബരിപാലിനെ ബിയർ കുപ്പികൊണ്ട് അടിച്ചു വീഴ്ത്തി. നിലത്തുവീണ ശബരി മർദ്ദിച്ച സംഘത്തോട് വീട്ടിലെത്തിക്കാൻ കേണപേക്ഷിച്ചു. കാറിന്റെ താക്കോലും കൈമാറി. കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയെങ്കിലും ശബരിക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് തിരികെ ബാറിന് സമീപത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ ശബരി ബോധരഹിതനായി. ഇതോടെ ശബരിയെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അക്രമി സംഘം മുങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മൂവാറ്റുപുഴ സ്വദേശികളായ ദീപു, ആഷിൻ, ടോജോ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. മൂവാറ്റുപുഴ SHO BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.